ഹലോ ഫ്രണ്ട്സ്, ചെമ്പനപ്പുല്ല് വരാനിരിക്കുന്നൊരു വിശേഷങ്ങളിലേക്ക് എവരെ സ്വാഗതിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തിൽ അത്യാവശ്യം വിഷയങ്ങളെല്ലാം സോൾവ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രേവതിക്ക് നല്ലൊരു ഓർഡർ കിട്ടുന്നത്. ആ ഓർഡർ കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ ചന്ദ്രവതി വന്നിട്ട് രേവതി പറയുവാണ്, ഇന്ന പോലെ എനിക്കൊരു ഓർഡർ കിട്ടി, അതിൻ്റെ ഫണ്ട് അഡ്വാൻസ് ഇതാന്ന് പറഞ്ഞ് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുവാണ്. 5 ലക്ഷം രൂപ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിന് സച്ചിയെടുത്ത് കൊടുക്കണം. സച്ചിയെടുത്ത് കൊടുക്കുമ്പോൾ സച്ചി അത്യാവശ്യം എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രവീന്ദ്രനൊക്കെ ഭയങ്കര ഹാപ്പിയാവും. രവീന്ദ്രൻ, വർഷയ്ക്ക്, ശ്രീകാന്തിനെല്ലാം ഹാപ്പിയാവും. പക്ഷെ ഇതിൻ്റെ അകത്ത് ശ്രുതിയും ചന്ദ്രമതിക്ക് ഭയങ്കര വിഷയം, അതായത് ഒരു അസൂയ പോലെ. ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ഇവിടുന്ന് ജോലിക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ വിഷയമാകുമല്ലോ, അത് എനിക്കിപ്പം ഇതിൻ്റെ പണിയെല്ലാം ചെയ്യേണ്ടി വരും. അതായത് വർഷം പോകുന്നുണ്ട്, ശ്രുതി പോകുന്നുണ്ട്, എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. മരുമക്കൾ 3 മക്കളും പേര് പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റ കിടന്ന് ഇതെല്ലാം ഇവർക്ക് വേണ്ടി തിരിച്ച് വരുമ്പോഴത്തെ ഇവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെക്കേണ്ട വരുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്, സ്വയം ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ശ്രുതിയായിട്ട് ചർച്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് മുടക്കണമെന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ തകൃതിയായിട്ട് ആഘോഷം നടക്കുകയാണ്. 5 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടിയതുകൊണ്ട് 5 ലക്ഷം രൂപ എങ്ങനെയും കൊടുത്ത് ആ കാശ് തിരിച്ച് മേടിക്കണം. അതായത് വേറൊന്നുമല്ല, കാശ് അല്ല, അത് സോറി അതിൻ്റെ അകത്ത് കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഒരു വലിയ വമ്പൻ പാർട്ടി വെക്കുവാണ്. അതായത് ഒരു ബിരിയാണി വെക്കണം. ബിരിയാണി വെച്ച് എല്ലാവർക്കും, അത് നമ്മുടെ ശ്രീകാന്ത്, വർഷ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരിക്കാം. പക്ഷേ ഇതിനകത്ത് 2 പേർക്ക് കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശ്രുതിക്കും ചന്ദ്രമതിക്കും കഴിക്കാൻ. കാരണം ബിരിയാണി ഉണ്ടാക്കുന്ന സെയിം ഡേ ആണ് ഇവര് വ്രതം എടുക്കുന്ന ദിവസം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, അത് കൂടോത്രത്തിലും മുട്ടയിൽ കൂടോത്രം ചെയ്ത് കഴിയുമ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കും ചേർന്ന് വ്രതം എടുത്ത് അതിൻ്റെ പരിഹാരക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വ്രതം എടുക്കുന്നൊരു ദിവസം, അന്നത്തെ ദിവസം തന്നെയാണ് ഇവർ മുട്ടയിൽ ഇവിടെ ആഘോഷം നടക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ശ്രുതി എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുന്നു. എല്ലാം ഭയങ്കര ആഘോഷത്തോടെ നിന്നിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് നടക്കുവാണ്. അതിൻ്റെ ഒരു വശത്താണെങ്കിൽ അസൂയ മൂത്ത് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും എല്ലാം നടക്കുന്നെങ്കിൽ പോലും ഇതിനകത്ത് കഴിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി കൂടുന്നുണ്ട്. ശ്രുതിക്ക് വ്രതമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവരും 2 പേരും കൂടുന്നില്ല. അങ്ങനെ എല്ലാവരും വർഷയും ശ്രീകാന്തും രവീന്ദ്രനും സച്ചിയും രവതി എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ഫുഡ് വെക്കുന്ന, ഇതുപോലെ ആഘോഷം ഇനി കിട്ടുക, ഇത് ആഘോഷിക്കേണ്ട, നമുക്ക് നല്ലൊരു ബിസിനസ് കിട്ടിയേക്കാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകണമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് ഇന്നത്തെ ഈ വിശേഷങ്ങൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്, ആളറിയാത്തൊരു കഥാപാത്രം കൂടെ വരുവാണ്. ആളെ തന്നെ ഇതുവരെയായിട്ട് കഥാപാത്രത്തിൻ്റെ പേര് വരുന്നില്ല. അടുത്ത ദിവസം നമ്മൾ കാണാവുന്നത്, അത് നമ്മുടെ രേവതിക്ക് എതിരായിട്ട്, രേവതിക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത ബിസിനസ് ഇല്ലേ, ആ ബിസിനസ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ ബിസിനസ് ചെറുതായിട്ട് ഡൗൺ ആയപ്പോഴത്തേക്ക് ആണ് ഈ 5 ലക്ഷം രൂപയുടെ ബിസിനസ് നമ്മുടെ രേവതിക്ക് കിട്ടിയത്. അപ്പോൾ ആ വ്യക്തിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന നാട്ടിലെ ശ്രുതിയുടെ അടുത്ത വലിയ എതിരാളി. ഇപ്പം ഇത്ര നാൾ ശ്രുതി ഉണ്ടായിരുന്നു, ചന്ദ്രമതി ഉണ്ടായിരുന്നു, പിന്നെ ആന്റണി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വീട്ടിലാണ് നടക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എതിരായിട്ട് നിന്നെങ്കിൽ പോലും ശ്രുതിയും ആന്റണിയൊക്കെ ഇവരെ ഇല്ലാതാക്കണം, വീട്ടിൽ നിന്ന് ഇറക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പം ബിസിനസ്സിൽ ചെറിയതല്ല, നല്ലൊരു വമ്പൻ സെറ്റപ്പിലൊരു എതിരാളിയും കൂടെ വരികയാണ്. ഇനിയുള്ള വിശേഷങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാവുന്നതാണ്. അതിനാൽ ഇന്നത്തെ ഈ പ്രൊമോ വീഡിയോ അല്ല, വരാനിരിക്കുന്ന വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.